മഞ്ചേശ്വരത്ത് നിന്ന് മഞ്ചേശ്വരം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി അതിന്റെ സായാഹ്നത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നവകേരള സദസ്സ് ഇന്ന് വൈകുന്നേരത്തോടെ 30 ദിവസം പൂർത്തിയാവുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഗവൺമെന്റും നടത്തിയിട്ടില്ലാത്ത വിധം ഒരു നാട്ടിലെ സമ്പൂർണമായ ഭരണകൂടം ജനങ്ങളെ തേടിയെത്തി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളോട് പറയാനുള്ളത് പറഞ്ഞും ജനങ്ങൾ പറഞ്ഞത് കേട്ടും 36 ദിവസം യാത്ര ചെയ്യുന്ന ചരിത്രത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അനുഭവം കൊട്ടാരക്കരയിലും ഇന്ന് വൈകുന്നേരം ആവർത്തിക്കുന്നതിന്റെ ആവേശകരമായ അനുഭവത്തിലാണ് എൻ്റെ മുമ്പിലുള്ള ഈ ജനസാഗരം എന്ന അഭിമാനത്തോടെ കരുതാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 30 ദിവസങ്ങളിലും ഞങ്ങളുടെ അനുഭവം ഈ ജനസദസ്സിനെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മലയാളിയെ ഒരു മനുഷ്യനെ പോലെ നടത്താൻ തീരുമാനിച്ച ഗവൺമെന്റിന്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഈ ജനസദസ്സിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചവരെ മുഴുവൻ ബഹിഷ്കരിച്ചെത്തിച്ചേർന്ന 10,000ങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് കഴിഞ്ഞ 30 ദിവസവും സമ്പന്നമായത്. എന്തിനാണ് ഈ നവകേരള സദസ്സ് എന്ന ചോദ്യം ചോദിക്കാം. നവംബർ 18 ആരംഭിക്കുമ്പോൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിന്റെ കൂലി എഴുത്തുകാരും പറഞ്ഞത് കേരളം ഇത്രയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ നീന്തൽക്കുളമുള്ള വണ്ടിയുമായി ഒരു മന്ത്രിസഭ അങ്ങ് തിരിക്കുന്നു. നീന്തൽക്കുളമുള്ള വണ്ടി, 3 നിലകളിൽ അലങ്കരിച്ച വണ്ടി, ഹെലിപാഡുള്ള വണ്ടി, കറങ്ങുന്ന കസേര, മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ടുള്ള വണ്ടി, പ്രത്യേക ക്യാബിൻ തിരിച്ച വണ്ടി. ഒരു പാവം KSRTC ബസ് 10 മിനിറ്റ് കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഈ ജനസാഗരത്തിന്റെ മുമ്പിൽ എത്തിച്ചേരും. നിങ്ങളൊന്ന് ചെന്നു നോക്കിയാൽ കണ്ടാൽ അറിയാം, ഒരാഡംബരവുമില്ലാത്ത ഒരു സാധാരണ ബസ്. നവംബർ 18 പൊട്ടിത്തുടങ്ങിയതാണ് കേരളത്തിൽ ജനസദസ്സിനെതിരായി ഉയർന്നു വന്ന അപകസർപ്പക കഥകളിലെ കള്ളത്തരങ്ങൾ. എന്തിനാണ് ഇപ്പോൾ ഒരു ജനകീയ സദസ്സ്? ഞാൻ വിശദീകരിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7.5 വർഷക്കാലമായി ദുരിതങ്ങൾ എല്ലാം തലയ്ക്കുമീതെ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോ മലയാളിയായ 3.5 കോടി മനുഷ്യനെ ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കാതെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് 20 കൊല്ലം കഴിഞ്ഞ കേരളം എങ്ങനെയായിരിക്കണം എന്ന് 20 കൊല്ലം മുമ്പേ ചിന്തിച്ച് അതിനുവേണ്ടി പണം ചിലവഴിച്ച് സമാനതകളില്ലാത്ത വികസനത്തിന്റെ മാർഗങ്ങളിലൂടെ കേരളത്തെ നയിക്കുന്ന ഗവൺമെന്റിനെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, ആ ശ്രമം സംഘടിതമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അതെവിടെയാണ് പോയി പറയേണ്ടത്? 21 പേരടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ ക്യാബിനറ്റായി ഈ വേദിയിൽ ഞങ്ങൾ 21 പേർ 2.5 വർഷക്കാലം മുമ്പ് നടന്ന പ്രചണ്ഡമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റും നൽകി കേരളത്തിലെ ജനങ്ങൾ അനുഗ്രഹിച്ചു വിട്ട ഈ ഭരണകൂടം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല 3.5 കോടി വരുന്ന കേരളത്തിലെ മനുഷ്യരുടെ യജമാനന്മാർ ഞങ്ങളാണെന്ന്. കേരളം 21 പേരടങ്ങുന്ന ഗവൺമെന്റ് അല്ല കേരളത്തിന്റെ യജമാനന്മാർ. കേരളത്തിലെ ഗവൺമെന്റ് കാണുന്നു എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായം തേടലാണ് ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 പേരടങ്ങുന്ന കേരളത്തിലെ ക്യാബിനറ്റ് കൊട്ടാരക്കരയിലെ ജനസമുച്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, കേരളത്തിൽ ഞങ്ങളുടെ യജമാനന്മാർ നിങ്ങളാണ്. കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളിയാണ്. ആ യജമാനന്മാരുടെ മുമ്പിലേക്ക് കേരളത്തിന്റെ ഭരണകൂടം വരികയാണ്. അനുഭവങ്ങൾ കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ എത്രയേറെ ഉണ്ടായി. 2018 അതിഭീകരമായിട്ടുള്ള പ്രളയം കേരളത്തിന്റെ ഹൃദയമിടുപ്പുകളെ പോലും സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ, നൂറ്റാണ്ടു കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രളയമുണ്ടായപ്പോ സഹായിക്കേണ്ടവരെല്ലാം എതിർത്ത അനുഭവങ്ങളിലൂടെയാണ് ഈ കേരളം കടന്നുപോയത്. ആ ദുരന്തം തലയ്ക്കുമീതെ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോ പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും ആരാധനാലയങ്ങളിലും തലയ്ക്കുമീതെ കൂരയുള്ള എല്ലായിടത്തും ചേർത്തും പാർത്തും മലയാളി തങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞു, പരസ്പരം കെട്ടിപ്പുണർന്നു. ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തോർത്തു കരഞ്ഞു. കേരളം ഭയപ്പെട്ടില്ല. കേരളത്തിലേക്ക് ആദ്യത്തെ സംഭാവന പ്രഖ്യാപിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. കേരളം പണിതുയർത്തിയ ഗൾഫ് നാടുകളിലെ മലയാളി പണിതുയർത്തിയ ഗൾഫ് നാടുകളിലെ ഭരണാധികാരികൾ 300 കോടി രൂപയുടെ സഹായം ഈ കേരളത്തിന്റെ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു.
300 കോടി രൂപയുടെ സഹായം. 30,000 കോടി നഷ്ടപ്പെട്ട കേരളത്തിനൊരു വലിയ സംഖ്യയല്ല. പക്ഷേ കേരളത്തിന് പിടിച്ചുയർന്നു നിൽക്കാൻ ഒരു വൈക്കോൽ തുരുമ്പ്. കേരളം 300 കോടി രൂപയുടെ സഹായം ഏറ്റുവാങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന് കരുതിയപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതെന്താ? അങ്ങനെ സഹായം മേടിക്കാൻ കേരളത്തിന് അനുവാദമില്ല, കേരളത്തിന് അർഹത ഇല്ല. എന്തു നിയമത്തിന്റെ പേരിൽ? കേരളം ഭയപ്പെട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. അവരോട് പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിൽ പണം കൊടുക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികൾ അവന്റെ നാട്ടിൽ സ്വരൂപിച്ച സംഖ്യ അവിടെ ചെല്ലുന്ന മന്ത്രിമാർക്ക് സംഭാവനയായി നൽകിയാൽ സ്വീകരിക്കാമോ? ഒരു ചോദ്യമായിരുന്നു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ. നിയമജ്ഞർ വന്നു, ധനകാര്യമന്ത്രി വന്നു, ആഭ്യന്തരമന്ത്രി വന്നു, വിദേശകാര്യമന്ത്രി വന്നു. അവർ കൂട്ടായി ആലോചിച്ചു. കേരളത്തിലെ ഗവൺമെന്റിന് അനുവാദം നൽകി. വാക്കാൽ നിങ്ങൾക്ക് പോകാൻ യാതൊരു തടസ്സവുമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്നത്തെ 19 അംഗ മന്ത്രിസഭയിൽ 17 പേരെ നാം യാത്രയ്ക്ക് തയ്യാറെടുപ്പിച്ചു. പാസ്പോർട്ടും വിസയുമായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളുടെ ഷെഡ്യൂളായി. അവിടെ ചെന്നാൽ അവരുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയാൽ കേരളത്തിന്റെ നവകേരളത്തിന്റെ അടിത്തറ പണിയാമെന്ന് കേരളം ഉറപ്പിച്ചു. കേരളം പക്ഷെ യാത്രയ്ക്കു തയ്യാറെടുത്തു നിൽക്കുമ്പോ കൊട്ടാരക്കരയിലെ ഒരാൾക്ക് ലോകത്തിലെവിടെയും പോകാൻ പാസ്പോർട്ടും വിസയും മതി. അതുണ്ടെങ്കിൽ പോകാം. പക്ഷെ മന്ത്രിമാർക്ക് അങ്ങനെ പോകാനാകില്ല. ഇന്ത്യൻ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുവാദം വേണം. ഒരു സാങ്കേതിക പദമാണത്. ആ മന്ത്രാലയം അനുവാദം തരും. മറ്റു പ്രത്യേകതകൾ ഒന്നുമില്ലെങ്കിൽ പ്രധാനമന്ത്രി വാക്കാൽ സമ്മതിച്ചതാണ്. കാത്തിരുന്ന് പോകാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്തതിന്റെ 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ പേഴ്സണൽ മന്ത്രാലയം അനുവദിച്ചു. പോകുന്ന മന്ത്രിമാർക്ക് യാത്രാനുമതിയില്ല. യാത്രാനുമതി കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുന്നു. എന്തിന്റെ പേരിൽ? പോകാൻ തീരുമാനിക്കപ്പെട്ടവരാരെങ്കിലും പിടികിട്ടാ പുള്ളികളാണോ? പോകാൻ തീരുമാനിച്ചവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവരാണോ? പോകാൻ ചുമത്തപ്പെട്ടവർ മറ്റേത് രാജ്യങ്ങളിലെങ്കിലും പോയി കലാപം സൃഷ്ടിക്കാൻ പോകുന്നവരാണോ? അല്ലേയല്ല. ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തെ പുതുക്കി പണിയാനുള്ള പ്രയത്നങ്ങളിൽ, കൊച്ചു യോഗങ്ങളിൽ പോകാനുള്ള മന്ത്രിമാർക്ക് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നിഷേധിച്ചു? കേരളം പുതുക്കി പണിയരുത് എന്ന ചിന്തയായിരുന്നു അതിന്റെ പുറകിൽ. കേരളം പുതുക്കി പണിതാൽ കേരളത്തിലെ ജനത രക്ഷപ്പെടും. കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടാനുള്ള പ്രവർത്തനത്തിനെതിരെ ഈ രാജ്യത്തെ ഗവൺമെന്റ് ശത്രുതാപരമായ രാഷ്ട്രീയം ഉയർത്തി കേരളത്തിലെ ജനങ്ങളോട്, ഗവൺമെന്റിനോട് പെരുമാറുമ്പോ അങ്ങനെ ചെയ്ത നടപടി ശരിയല്ലെന്ന് പറയാനോ പൊട്ടിക്കരയാനോ KPCCയുടെ ആഫീസിൽ ഒരു സർവ്വമത പ്രാർത്ഥന നടത്താനോ കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടായില്ല. കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു, കേരളം തകർന്നാലും കേരളത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തകരലാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അന്യരാജ്യങ്ങളിൽ ഇത്തരം ദുരന്തമുണ്ടായാൽ ഭിക്ഷാന്തേഹികളെ പോലെ അവർ വരുന്ന നാടിന്റെ പേരാണ് കേരളം. ഉച്ചനേരത്ത് നമ്മുടെ മാതാക്കൾ, നമ്മുടെ അമ്മമാർ വീടിനകത്തിരിക്കുന്ന നേരത്തെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ മക്കളെ കങ്കാരുവിനെ പോലെ ശരീരത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടന്ന് മുലകുടിക്കുന്ന കുട്ടികളെ കൊണ്ട് യാചകരെ പോലെ നമ്മുടെ നാട്ടിലേക്ക് വരും. ആന്ധ്രയിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്. അവര് പറയും, അമ്മ എല്ലാം നഷ്ടപ്പെട്ടു, അച്ഛനില്ല, സഹോദരനില്ല, ഭർത്താവില്ല, മക്കളില്ല, എന്തെങ്കിലും തന്നു സഹായിക്കണം. യാചകരെ പോലെ കൈമാറും. ഞങ്ങളുടെ നാടിൽ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ല എന്നവർ തേങ്ങലോടെ പറയും. കൊട്ടാരക്കരയിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായി. കേരളത്തിനു കിട്ടാനുള്ളതെല്ലാം നിഷേധിച്ച് കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പ്രഖ്യാപിച്ച് ഈ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും കേരളത്തിലെ പ്രതിപക്ഷവും സംഘടിതമായി ആക്രമിച്ചിട്ടും 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായി. ഈ കേരളത്തിലെ 3.5 കോടി മലയാളിയെ അയൽ സംസ്ഥാനത്തേക്ക് പിച്ചതണ്ടാൻ വിടാതെ സംരക്ഷിച്ച ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു പേരേയുള്ളൂ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നല്ലേ. ഈ കേരളത്തിൽ പണം ചെലവഴിക്കും. കേരളത്തിന് അതിഭീകരമായ കോവിഡ് ഉണ്ടായി. ലോകത്തിലെ 64 ലക്ഷം പേരെ മരണത്തിന്റെ വഴികളിലേക്ക് തള്ളിവിട്ട് അതിഭീകരമായ കോവിഡ് ലോകത്തുണ്ടായി. ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ കോവിഡിന്റെ മുമ്പിൽ ഭയവിഹുലരായി നിന്നപ്പോ കൊച്ചു കേരളം അങ്ങനെ പകയോടെ നോക്കി നിന്നില്ല, ഭീതിയോടെ നിന്നില്ല. ഈ കൊച്ചു കേരളം പ്രഖ്യാപിച്ചു, ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ
ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നാടിന്റെ പേരായി കേരളം മാറും. അതിഭീകരമായ കോവിഡ് കേരളത്തിന്റെ തലയ്ക്കുമീതെ അറിഞ്ഞ് പരിശ്രമിച്ചപ്പോഴും കേരളത്തിലെ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാതെ, കേരളത്തിലെ ഒരു മനുഷ്യനും രോഗത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കാതെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഭദ്രമായി ചേർത്തു നിർത്തി ലോകത്തിന്റെ മുമ്പിൽ സമ്പന്ന രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ നാട് ലോകത്ത് കോവിഡിനെ നേരിട്ടതിൽ ഏറ്റവും വലിയ പ്രശംസ ലോകാരോഗ്യ സംഘടനയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ നാടിന്റെ പേരൊന്നേയുള്ളൂ ഇന്ത്യ രാജ്യത്ത്. ആ നാടിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം. ആ കേരളത്തെയാണ് ഈ ഗവൺമെന്റ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കഥ ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു. 34 ലക്ഷം പേർക്ക് 600 രൂപ, അവസാനത്തെ 18 മാസക്കാലം കൊടുക്കാതെ 600 രൂപ, കേവലം 9,011 കോടി രൂപ 2011 മുതൽ 16 വരെ കൊടുത്തതിന്റെ അനുഭവം മാത്രമുള്ള ഒരു പ്രതിപക്ഷം എന്തേ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷനെ കുറിച്ച് ഇവിടെ പറയുന്നു? കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള നിങ്ങൾ എന്തിനീ ആഡംബര യാത്ര നടത്തുന്നു എന്നതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിന് കണക്കുകൾ വെച്ചു തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് മറുപടി പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുലുക്കവുമില്ല. കേരളത്തിൽ 2011 മുതൽ 16 വരെ ഭരിച്ച ഗവൺമെന്റ് കേവലം 9,011 കോടി 34 ലക്ഷം പേർക്ക് കൊടുത്തതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 2016 മുതൽ 2021 വരെ 5 വർഷക്കാലം കേരളത്തിൽ ചെലവഴിച്ച സാമൂഹിക ക്ഷേമ പെൻഷന്റെ സംഖ്യ 35,184 കോടി രൂപയാണ്. നിങ്ങൾ തകർത്ത കേരളം, കേരളത്തിലെ 2016 തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹിക അവബോധം നിങ്ങളുടെ മനസ്സിലുണ്ടോ? 18 മാസക്കാലം സാമൂഹിക ക്ഷേമ പെൻഷൻ വഴിക്കണ്ണുമായി കാത്തിരുന്നു കിട്ടാതെ കിട്ടുന്ന സാമൂഹിക പെൻഷൻ കുട്ടിവെച്ചു പേരക്കുട്ടിക്കൊരു ഉടുപ്പെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന സ്വപ്നം മനസ്സിൽ നീറി പിടിച്ച് അത് കിട്ടാതെ ശവപ്പറമ്പുകളിലേക്ക് പോകേണ്ടി വന്ന 10,000-കണക്കിന് അമ്മമാരുടെ കനലടങ്ങാത്ത ചിതകളിൽ നിന്നുകൊണ്ടാണ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിന്റെ അഹങ്കാരത്തിലേക്കല്ല പോകുന്നത്. ഈ രാജ്യത്തെ 60 വയസ്സു തികഞ്ഞ 34 ലക്ഷം അന്ന് നിങ്ങൾ കൊടുത്തിരുന്നവർക്ക് 18 മാസക്കാലത്തെ പണം കൊടുത്തില്ല, കുടിശ്ശികയാക്കി നിങ്ങൾ വെച്ചു. ഞങ്ങൾ നിങ്ങളാണ് കുറ്റവാളികളെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞു രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്. കുറ്റവാളികൾ നിങ്ങളാണ്. പക്ഷേ നിങ്ങൾ കുറ്റവാളികളാണെന്ന് പ്രചരിപ്പിക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കാത്ത ആ മുഴുവൻ പേർക്കും 18 മാസക്കാലത്തെ കുടിശ്ശികയും അധികാരത്തിൽ വന്ന ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കൊടുത്തു. 600 700 700 ആക്കി. 1000-ൽ നിന്ന് 1100-ലേക്ക്, 200-ലേക്ക്, 300-ലേക്ക്, 400-ലേക്ക്, 500-ലേക്ക് 1600 രൂപ 64 ലക്ഷം കുടുംബങ്ങളിൽ വഴി തെറ്റാതെ മുറ തെറ്റാതെ എല്ലാ ദുരന്തകാലത്തും വിതരണം ചെയ്യുന്ന ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു പേരേയുള്ളൂ പ്രിയപ്പെട്ടവരെ. ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഒന്നാം തവണ കൊടുത്തത് 35,184 കോടി രൂപ. നിങ്ങളുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങളുടെ MLA ശ്രീ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ഈ രണ്ടാം ഗവൺമെന്റ് 2.5 വർഷക്കാലത്തിനുള്ളിൽ കൊടുത്തത് 22,449 കോടി 44 ലക്ഷം രൂപ. 2 കോടി കൂട്ടിയാൽ 57,603 കോടി രൂപ. കേരളത്തിലെ ഏതെങ്കിലും 3 നില വലിപ്പമുള്ള ബാങ്കിന്റെ തൊട്ടുതലയിൽ വെച്ച് കൊടുക്കലല്ല, കേരളത്തിലെ 64 ലക്ഷം കുടുംബങ്ങളിലെത്തി കേരളത്തിലെ സഹകരണ വകുപ്പിന്റെ ജീവനക്കാർ കൃത്യതയോടുകൂടി വിതരണം ചെയ്ത ഈ കേരളത്തിന്റെ മണ്ണിൽ കുടിശ്ശികയെ കുറിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി, ഡിസംബർ മാസം 64 ലക്ഷം കുടുംബങ്ങളിലും 1,600 രൂപ എന്ന പെൻഷൻ ഞങ്ങൾ എത്തിക്കും. ഒരു മാസക്കാലത്തെ പെൻഷൻ
കേരളത്തിൽ വിതരണം ചെയ്യാൻ വരുന്ന ചെലവെത്രയാ? 960 കോടി രൂപയാണ്. വലിയ ദുരിതകാലം. ഞങ്ങളുടെ ചോദ്യം, കേരളത്തിലെ സാമൂഹിക പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ച് വിലപിക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷമേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ തുക വിതരണം ചെയ്യാൻ അവസരം തരാതെ കേരളത്തിന് 57,603 കോടി രൂപ ഈ ഗവൺമെന്റിന്റെ കാലത്തു മാത്രം വിഹിതം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ കേരളത്തിൽ തയ്യാറാകുന്നില്ല? ഒരക്ഷരം ഉരിയാടാൻ കേരളത്തിൽ തയ്യാറാകുന്നില്ല. അപമാനകരമായ ഇരട്ടത്താപ്പ്. ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് എന്താ? ഇവിടെ ഭരണപക്ഷ പ്രതിപക്ഷമില്ല. നവകേരള സദസ്സിന്റെ മുമ്പിൽ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത്. അദ്ദേഹം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന കൊട്ടാരക്കരയുടെ MLA ആണ് എന്നുള്ളത് കൊണ്ടല്ലേ? കേരളത്തിൽ 99 പേരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളൂ. 41 പേർ ഐക്യ ജനാധിപത്യ മുന്നണിയിലാണ്, പ്രതിപക്ഷത്താണ്. ആ 41 നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് അധ്യക്ഷത വഹിക്കാം. ആ 41 നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് അധ്യക്ഷ പ്രസംഗത്തിലും ഉപസംഹാര പ്രസംഗത്തിലും ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ പറയാം. ഒരു തടസ്സവും ഞങ്ങൾക്കില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്, ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റു നടത്തേണ്ട വലിയ സമരത്തിന്റെ കാലമായിരിക്കുന്നു കേരളത്തിൽ. ആ സമരത്തിന് തയ്യാറെടുക്കണം എന്നാണ്. അതൊരു ജീവിത സമരമാണ്. പെറ്റനാടിനെ നാം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ പോലെ 1964 വരെ കേരളം നടത്തിയ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങിന് വേണ്ടി നടത്തിയ സമരം പോലെ ഏതെങ്കിലും ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഒരു മനസ്സായി മലയാളി നടത്തേണ്ട സമാനതകളില്ലാത്ത സമരത്തിന്റെ മുഹൂർത്തത്തിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ നവകേരള സദസ്സ്. ആ നവകേരളം കേരളത്തിന്റെ സ്വപ്നങ്ങളിലൂടെ പിറക്കുന്ന നവകേരളമാണ്. എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും കൊടുക്കുന്ന നവകേരളം. ആ നവകേരളം എല്ലാവർക്കും നവകേരളം എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും കൊടുക്കാൻ കഴിയുന്ന നവകേരളമാണ്. ആ നവകേരളം ജലജീവൻ മിഷനിലൂടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ പോകുന്ന നവകേരളമാണ്. ആ നവകേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്തതുപോലെ ആദിവാസി ഊരുകളിലും കുടിലുകളിലും അടക്കം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ വേദിയായി മാറ്റിയ നവകേരളമാണ്. ആ നവകേരളം സമ്പൂർണമായ ആരോഗ്യം കേരളത്തിന് പ്രദാനം ചെയ്യാവുന്ന നവകേരളമാണ്. ആ നവകേരളം എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന നവകേരളമാണ്. ആ നവകേരളം കേരളത്തിലെ എല്ലാ വിലക്കയറ്റത്തിൽ നിന്നും പിടിച്ചു നിർത്താനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയുന്ന നവകേരളമാണ്. ആ നവകേരളത്തിന്റെ മാനിഫെസ്റ്റോ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ജനമനസ്സുകളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ 12 ജില്ലകളിലെയും നവകേരള സദസ്സുകളിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, അതിഭീകരമായ പ്രളയം, അതിഭീകരമായിട്ടുള്ള ദുരന്തത്തിന്റെ പേമാരി വിളച്ച കോവിഡ്, നിപ്പ, ഓക്കി, 7.5 വർഷക്കാലത്തിനിടയിൽ മലയാളി
കണ്ടുപരിചയപ്പെട്ടിട്ടില്ലാത്ത എല്ലാ ദുരന്തങ്ങളും ഇരമ്പിയാർത്ത് കേരളത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോ ഒരു ദുരന്തത്തിനും 3.5 കോടി മലയാളിയിൽ ഒരാളെപ്പോലും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മലയാളത്തെ സംരക്ഷിച്ച ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ടവരെ ഇതാ കേരള മന്ത്രിസഭ കൊട്ടാരക്കരയിലെ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് വരികയാണ്, വന്നെത്തിച്ചേരുകയാണ് ഈ നവകേരള സദസ്സിന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. ഞാൻ സംസാരിച്ച് ഏതാണ്ട് ഇത്തിരി നേരമായിട്ടേ ഉള്ളൂ, ഇനി ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തോടു കൂടി ഒരു 10 മിനിറ്റ് കൂടി സംസാരിച്ച് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ നവകേരളത്തെ രൂപീകരിക്കാൻ എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന, എല്ലാവർക്കും ഭൂമി നൽകുന്ന, എല്ലാവർക്കും വീട് നൽകുന്ന, കേരളത്തിന്റെ കാർഷിക മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന, വിലക്കയറ്റത്തെ ഏതു തരത്തിലും പിടിച്ചു നിർത്താൻ പോകുന്ന, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യം മാത്രമല്ല, ലോകത്ത് എവിടെയും കണ്ടിട്ടില്ലാത്ത വിധം വിദ്യാഭ്യാസത്തിന്റെ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലോക ഹബ്ബാക്കി മാറ്റാൻ പോകുന്ന, എല്ലാ കുടിലുകളിലും ആദിവാസി ഊരുകളിലും വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞ, എല്ലാ വീടുകളിലും പൈപ്പിലൂടെ വെള്ളം കുട്ടാൻ കഴിയുന്ന വിധത്തിൽ സമ്പൂർണ്ണ ജലവിതരണം സാധ്യമാക്കുന്ന നവകേരളത്തിന്റെ ആശയപരമായ ചിന്തകളിലേക്ക് ലോകത്തത്ഭുതകരമായി ഒരു ഗവൺമെന്റ് മാറുകയാണ്. ആ ഗവൺമെന്റിനെയാണ് കഴുത്തു ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തുന്നത്. എല്ലാവർക്കും ഭൂമി എന്ന സങ്കല്പം കേരളത്തിൽ സാധ്യമാക്കാൻ ഈ ഗവൺമെന്റ് ശ്രദ്ധേയമായ നടപടിക്രമങ്ങളിലൂടെ കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട പട്ടയ മിഷൻ. കൊട്ടാരക്കര ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാർ അധ്യക്ഷന്മാരായി പട്ടയ അസംബ്ലികൾ ഉണ്ടാകുന്നു. ആ പട്ടയ അസംബ്ലികളിൽ ജനപ്രതിനിധികൾ പങ്കെടുത്ത് തന്റെ വാർഡിൽ ഇനി കൊടുക്കാനുള്ള ഏതെങ്കിലും ഭൂമിയെ കുറിച്ചിട്ടുള്ള സംശയം ഉന്നയിക്കുന്നു. ആ പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തുന്നു. താലൂക്ക് തല ദൗത്യ സംഘവും ജില്ലാതല ദൗത്യ സംഘവും സംസ്ഥാനതല ദൗത്യ സംഘവും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച്, നിയമപരമായ കുരുക്കിലും മാറ്റത്തിലും പെടേണ്ട പ്രശ്നമാണെങ്കിൽ അതുൾപ്പെടെ പരിഹരിച്ച്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കേവലം കൈവശക്കാർക്ക് മാത്രമല്ല, 957 ഗവൺമെന്റ് സ്വപ്നം കണ്ട ഭൂരഹിതനായ ഒരു മനുഷ്യനുമില്ലാത്ത കേരളം ഈ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടയ മിഷൻ കേരളത്തിൽ സാധ്യമാവുകയാണ്. എല്ലാ 3ാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് ചേരുന്ന വില്ലേജ് തല ജനകീയ സമിതികൾ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങൾ അതിലംഗങ്ങളാണ്. അവർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അതും പട്ടയത്തിന്റെ ഡാഷ്ബോർഡിൽ ഉണ്ടാകും. പട്ടയ മിഷൻ ഇന്ത്യയിൽ തന്നെ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കുന്ന വഴികളിലേക്ക് പോയിരിക്കുന്നു. 967 ആരംഭിച്ചതാണ് കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ നടപടികൾ. 55 വർഷക്കാലം കഴിഞ്ഞ് കേവലം 950 വില്ലേജുകളിൽ അത് എത്തി നിൽക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ വേണ്ടത്ര എത്തിപ്പെട്ടിട്ടില്ല. 996 ടോട്ടൽ സ്റ്റേഷൻ വന്നു. ടോട്ടൽ സ്റ്റേഷൻ 2022 വരെ അളന്നത് കേവലം 82,000 ഹെക്ടർ ഭൂമിയാണ്. കഴിഞ്ഞ നവംബർ 1 തിരുവനന്തപുരത്തെ ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് ആ ഹാളിന്റെ അളവെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി റഗ്ഡ് ടാബിലൂടെ എടുത്തളവിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ കേവലം 10 മാസം അതിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഉപകരണങ്ങളുമായി 10 മാസം ഈ കേരളത്തിൽ പിന്നിട്ടപ്പോ, പ്രിയപ്പെട്ടവരെ, അഭിമാനപൂർവം ഈ ഗവൺമെന്റ് പറയട്ടെ, കേവലം 10 മാസക്കാലം കൊണ്ട് 1,77,000 ഹെക്ടർ ഭൂമി കേരളത്തിൽ അളന്നു തിട്ടപ്പെടുത്തി. റവന്യൂ വകുപ്പിന്റെ മന്ത്രി എന്ന ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് കേരളം സമ്പൂർണമായ ഡിജിറ്റൽ സർവേക്ക് വിധേയമാകും. 854,48,00,000 റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് അതിനവതരിപ്പിക്കാൻ കഴിഞ്ഞു. വർഷങ്ങളായുള്ള പ്രശ്നമായിരുന്നു കൊല്ലം ജില്ലയിലെ പുനലൂരിലെ പേപ്പർ മിൽ. എത്രയോ വർഷങ്ങൾ നീണ്ട പ്രശ്നം. പുനലൂരിലെ മുഴുവൻ
പേപ്പർ മില്ലിലെ കൈവശക്കാർക്കും ഭൂമി കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പുനലൂരിൽ എത്തിച്ചേർന്നാണ്. കൊട്ടാരക്കര താലൂക്കിലെ ചിതറ കണ്ണങ്കോട് മിച്ചഭൂമി കോളനിയിലെ 168 കുടുംബങ്ങൾക്ക് പട്ടയം നൽകണമെന്ന ദീർഘകാലത്തെ ആവശ്യം നടന്നു വരികയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറയട്ടെ, പത്തനാപുരം പുനലൂർ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന വനഭൂമി പട്ടയം 1/1/1977 മുമ്പ് കൈവശം വെച്ച 4552 പേരുടെ സർവേ പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ പരിവേഷ് പോർട്ടലിൽ ഇതിനകം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ 1 വർഷക്കാലത്തിനുള്ളിൽ പുനലൂർ, പത്തനാപുരം മണ്ഡലങ്ങളിലെ താലൂക്കുകളിലെ എല്ലാ വനഭൂമിയുമായി ബന്ധപ്പെട്ട പട്ടയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പട്ടയ മിഷൻ മുന്നോട്ടു പോവുകയാണ്. രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം. ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സമ്പൂർണമായ പദ്ധതി ആ വിധത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വകുപ്പായി, ഒരു ഇടപെടലായി ഗവൺമെന്റിന്റെ കാലത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, കഥകളിയുടെ സ്വന്തം നാട്ടിൽ, കഥകളിയുടെ അനുഭവങ്ങളുള്ള ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ ഒരു സാംസ്കാരിക നിലയം വേണം. സാംസ്കാരിക വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് സാംസ്കാരിക നിലയത്തിന് കൊട്ടാരക്കരയുടെ സംസ്റ്റേഷന് സമീപമുള്ള 20 സെന്റ് സ്ഥലം സാംസ്കാരിക നിലയത്തിനു വേണ്ടി സാംസ്കാരിക വകുപ്പിന് അനുവദിച്ചതായി വളരെ സന്തോഷപൂർവ്വം കൊട്ടാരക്കരയിലെ ഈ സൗകര്യത്തെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞു, കൊട്ടാരക്കരയിൽ ഇവിടെ വന്നു കണ്ടാലറിയാം, പൊതുവായി നിൽക്കാനുള്ള ഇടങ്ങളില്ലാത്ത സ്ഥലമായി ഇത് മാറി. കേരളത്തിൽ എല്ലായിടത്തും നവകേരള സദസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രദേശങ്ങളില്ല. കൊട്ടാരക്കരയിൽ പക്ഷെ പ്രത്യേകമായ പ്രശ്നമുണ്ട്. KIP മേഖലയിൽ നിലനിന്നിരുന്ന കൊട്ടാരക്കരയിലെ രവിനഗറിലെ 3 ഏക്കറോളം വരുന്ന ഭൂമി ഈ കൊട്ടാരക്കരയിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം എന്ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചു മറ്റേതെങ്കിലും വകുപ്പിന് അത് മാറ്റിക്കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ ആ പ്രവർത്തനം നിർവഹിക്കും. നേരത്തെ മുതലുണ്ടായിരുന്ന പ്രശ്നമാണ് കൊട്ടാരക്കരയിലെ ജയിൽ മാറ്റി സ്ഥാപിക്കാനുള്ള സ്ഥലം വേണം. കൊട്ടാരക്കരയിൽ ജയിൽ മാറ്റി സ്ഥാപിക്കാനുള്ള സ്ഥലം അടിയന്തിരമായി കണ്ടെത്താൻ കൊട്ടാരക്കരയിലെ റവന്യൂ വകുപ്പിന് ഇതിനകം ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. 2024 അത് സാധ്യമാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൊട്ടാരക്കരയിലെ റെയിൽവേ സ്റ്റേഷന് സമീപം നമ്മുടെ നാട്ടിലെ ലൈഫ് പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ സബ്സിഡിയോടെ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ കലവറ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ സ്ഥലം റവന്യൂ വകുപ്പ് ലീസിന് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കൊട്ടാരക്കര കേരളം കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളോട് പലതും ബാലഗോപാല മിനിസ്റ്റർ പറയാറില്ല. കാരണം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കഴുത്തു ഞെരിച്ചു കൊല്ലുമ്പോഴും വളരെ ഭദ്രമായി കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ ചുക്കാൻ പിടിക്കാൻ ചുമതലപ്പെട്ട ഒരു മന്ത്രി അത്ര കൃത്യതയോടുകൂടി ഇത് നിർവഹിക്കുമ്പോ ഞങ്ങൾ കൊട്ടാരക്കരയിൽ വന്ന് പലതും കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണ യോഗങ്ങളിൽ പറഞ്ഞതുപോലെ 2.5 കിലോമീറ്റർ നീളത്തിൽ 2 മേൽപ്പാലങ്ങളുമായി കൊട്ടാരക്കരയിലെ ബൈപ്പാസ് പ്രിയപ്പെട്ടവരെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാവുകയാണ്. കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികളിൽ 130 കോടി രൂപ മുടക്കി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. 6 മാസക്കാലത്തിനുള്ളിൽ ഈ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നായ സോഹോ കോർപ്പറേഷൻ അവരുടെ ഇന്ത്യയിലെ 2ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആരംഭിക്കുന്നത് ഈ കൊട്ടാരക്കരയിലാണ് എന്നുള്ളത് ഒരു പുതിയ അനുഭവമാണ്. ആഗോള അക്കൗണ്ടിംഗ് കമ്പനിയായ GR8 അഫിനിറ്റി കൊട്ടാരക്കരയിലെ കുളക്കട അസാപ് ലീപ് സെന്ററിൽ എംപാനൽഡ് ഏജൻസി എന്ന കോഴ്സ് നടത്തുകയും 25 വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുന്ന വിധത്തിലുള്ള തൊഴിൽ നടപടികൾ നടക്കുകയും ചെയ്യുകയാണ്. കൊട്ടാരക്കര KSRTC ഡെപ്പോയിലെ കാലപ്പഴക്കം സംഭവിച്ച കെട്ടിടങ്ങൾ പൊളിച്ച് നവീനമായ ഡിപ്പോ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതും സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നവകേരള സദസ്സ്
അക്ഷരാർത്ഥത്തിൽ കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി മലയാളം ഒരു മനസ്സായി, ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസങ്ങളില്ലാതെ ഒരു മനസ്സായി, ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റു നിൽക്കും ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എന്ന് പ്രഖ്യാപിക്കാനുള്ള സദസ്സാണ്. കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ അനുവദിക്കണോ? കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് 7.5 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിനെ കഴുത്തു പിടിച്ചു ഞെരിക്കാൻ എത്രയേറെ പദ്ധതികൾ. ED വന്നു, എൻഫോഴ്സ്മെന്റ് വന്നു, CBI വന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തീരും മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ജയിലുകളിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷവും അതിന്റെ കൂലിയെഴുത്തുകാരും. 7.5 വർഷക്കാലമായി ചൂലഴിച്ചിട്ടതുപോലെ കേരളത്തെ പരീക്ഷിച്ച EDക്കും എൻഫോഴ്സ്മെന്റിനും CBIക്കും ഈ ഗവൺമെന്റിലെ ഒരു മന്ത്രിയെയും തൊടാനാവാഞ്ഞത് ശുദ്ധമായ കൈകളാണ് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ എന്നുള്ളത് കൊണ്ടല്ലേ? അതിൽ തീരില്ല ഈ ഗവൺമെന്റിനെ കൊല്ലാൻ. കേരളത്തിലെ സാമ്പത്തിക സംവിധാനത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു. ദുരന്തത്തിന്റെ പ്രളയകാലത്ത്, അതിഭീകരത വിതച്ച കോവിഡ് കാലത്ത് അരി കൊടുക്കേണ്ട ഘട്ടത്തിൽ കേരളത്തിന്റെ എല്ലാ സഹായങ്ങളും നിഷേധിച്ച് കേരളത്തെ ഒറ്റപ്പെടുത്താൻ ചുറ്റും നിന്ന് ആക്രമിച്ചു. കേരളത്തിൽ ഒപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം കേവല ലാഭത്തിനും താല്പര്യത്തിനും വേണ്ടി ഒപ്പം നിന്നു. എന്നിട്ടും ഈ നവോത്ഥാന സദസ്സിന്റെ മുമ്പിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു, നിർദ്ദേശിക്കുകയല്ല അഭ്യർത്ഥിച്ചു, നിങ്ങളും കൂടി വരൂ. ജനാധിപത്യം എതിർപക്ഷത്തിന്റെ കൂടി കലയാണ്, ജനാധിപത്യം വിയോജിപ്പിന്റെ കൂടി കലയാണ്. നിങ്ങൾക്ക് കൂടി ഇടമുണ്ട് ഈ കേരളത്തിൽ. എത്രയോ തവണ ഞങ്ങൾ ക്ഷണിച്ചപ്പോഴും ഒറ്റപ്പെടുത്തി കേരളത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ആക്രമിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയല്ല, 3.5 കോടി മലയാളിയുടെ സ്വപ്നങ്ങളെയാണെന്ന് തിരിച്ചറിയേണ്ട ഘട്ടത്തിലേക്ക് ഈ കേരളം പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ഒരു ഭരണഘടന ഉപകരണത്തെ ഉപയോഗിക്കുകയാണ്. അത് കേരളത്തിലെ ഗവർണറെയാണ്. കേരളത്തിലെ ഗവർണർ, കേരളത്തിലെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാൻ കേരളത്തിലെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തിനാ? ഇന്നിപ്പോൾ ഈ യോഗം നടക്കുമ്പോ കോഴിക്കോട്ടെ മിഠായി തെരുവിൽ, നേരത്തെ വാസവൻ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞല്ലോ, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഒരു നാടകം നടത്തിയിട്ട് ഗവർണർ പറയുകയാണ്, എന്റെ ജനസമ്മതിയുടെ തെളിവിതാണ്, എന്റെ ജനസമ്മതിയുടെ അടയാളം ഇതാണ്. പൂരപ്പറമ്പിൽ ആന മതിച്ചാലും ആള് കൂടും, അത് സാധാരണയാണ്, അതൊരു കൗതുകത്തിനാണ്. ആ കൂടുന്ന ആനയുടെ കൂട്ടത്തിൽ ഇതെല്ലാം ആനയ്ക്ക് കിട്ടുന്ന പിൻബലമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കുമെന്ന് ജനാധിപത്യ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന അനുഭവം കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചാൽ തീരാവുന്നതാണോ കേരളം? ആരുടെ മുമ്പിലും വെല്ലുവിളികളെ നേരിടുന്നതല്ല ഈ ഗവൺമെന്റ്. കാരണം ഈ ഗവൺമെന്റിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തെ, നവകേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധയോടെ കൊണ്ടുപോകണം. ഒരു ദുരിതത്തിനും കേരളം പകച്ചു നിൽക്കരുത്. കേരളം ജനാധിപത്യത്തിന്റെ ഇടമായി മാറണം, സമ്പന്നതയുടെ മുന്നോട്ടു പോക്കായി മാറണം. ആ കേരളത്തെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ആ കേരളത്തിലെ ഗവൺമെന്റിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഗവൺമെന്റിനെ തകർക്കാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിട്ട കുപ്പായത്തിന്റെ മാന്യത കൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകാത്തത്. അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഗവർണർ ഉൾപ്പെടെ ആരിഫ് മുഹമ്മദ് ഖാനെയല്ല കേരളം ബഹുമാനിക്കുന്നത്, കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അധികാരം ഉപയോഗിച്ച് കേരളത്തെ തൊടാം എന്നാണ് കരുതുന്നതെങ്കിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവരറിയണം. ഇതിനേക്കാൾ സ്വേച്ഛാധിപതിയായിരുന്ന സർ CP-യുടെ മൂക്കു മുറിച്ചു നാടുകടത്തിയ നാടിന്റെ പേരാണ് ഈ കേരളം എന്ന ചരിത്രം കേരളം അഭിമാനത്തോടെ ഓർത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, അവകാശങ്ങളെ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നവകേരള സങ്കല്പങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളും നിങ്ങളുമില്ല, നാം കേരളീയ ജനത ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റ് അവകാശ സമ്പാദനത്തിന്റെ പാതയിൽ അവസാന നിമിഷം വരെ ഒരു മനസ്സായി നിൽക്കുമെന്ന സന്ദേശം പകർന്ന് ഇവിടെ എത്തിച്ചേർന്ന 10,000-ങ്ങളെ ഈ ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.